അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വേദക്കാരോട് പറയുന്നത് അധ്യായം 5 സൂറ അൽ മാഹിദയിലെ 68-69. പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവതരിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാവണ്ണം നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ നിനക്ക് നിന്റെ രക്ഷിതാവിൽ നിന്നും അവതരിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേരും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങളെ പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല. ഖുറാത്തിലും ഇഞ്ചീലിലൊക്കെ അവതരിക്കപ്പെട്ട സത്യസന്ദേശങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലാന്ന്. യഥാർത്ഥ സത്യത്തിൽ നിന്നും ഒരുപാട് ഇന്ന് മനുഷ്യർ അകന്നുപോയി. സത്യവിശ്വാസികളോ യഹൂദരോ സാബികളോ ക്രൈസ്തവരോ ആരാകട്ടെ, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ലാന്ന്. അപ്പൊ ഇവിടെ ഇനി യഹൂദരാവട്ടെ, സാബികളാവട്ടെ, ക്രൈസ്തവരാകട്ടെ, സത്യവിശ്വാസികളോ ആരാകട്ടെ, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ചെയ്തവർ എന്ന് പറയുമ്പോൾ, അപ്പോൾ ക്രിസ്തു മതത്തിലായാലും യഹൂദ മതത്തിലായാലും അവിടെയൊക്കെ മതഗ്രന്ഥങ്ങളിൽ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവർ നിഷേധിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ആ സത്യത്തിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അഥവാ യഥാർത്ഥ അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ ഒന്നിനെയും പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള തെളിവുകളുണ്ട്, തോറയിലുണ്ട്. ഇപ്പോൾ അള്ളാഹു ഏകനാണെന്നുള്ള തെളിവ് അവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരതിനെ നിരസിച്ച് കളഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥ സത്യത്തിലേക്ക് അവർ വന്നാൽ, അള്ളാഹുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അന്ത്യദിനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ യഥാർത്ഥ സത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വേദക്കാർ മറച്ചു വെച്ച പല സത്യങ്ങളും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊണ്ടുവരുന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ആ സത്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും.